ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയിൽ അവസാന ഘട്ടത്തിൽ വീണ്ടും തർക്കം. സീറ്റ് സംബന്ധിച്ച് ജെഡിയുവും ബിജെപിയും തമ്മിൽ വീണ്ടും ചർച്ച നടക്കും. മഹാസഖ്യത്തിന്റെ ചർച്ചകൾ നീളുകയാണ്. സിപിഐക്ക് 24 സീറ്റുകൾ നൽകണമെന്ന് സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെ 24നോട് പറഞ്ഞു. പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന എൻഡിഎ നേതാക്കളുടെ യോഗത്തിൽ സീറ്റ് സംബന്ധിച്ച് ധാരണയിലെത്തിയിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിന് മുമ്പേ അവസാന ഘട്ടത്തിൽ ജെഡിയുവും ബിജെപിയും തമ്മിൽ വീണ്ടും ചർച്ചകൾ സജീവം. പിന്നാലെ സീറ്റ് ധാരണ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനായി പട്നയിൽ നിന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. മഹാസഖ്യത്തിന്റെ സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. കൂടുതൽ സീറ്റ് വേണമെന്ന കോൺഗ്രസിന്റെ നിലപാടാണ് സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധിയാകുന്നത്. 24 സീറ്റ് അനുവദിക്കണമെന്നാണ് സിപിഐയുടെ ആവശ്യം. हमने गठबंधन के अंदर 24 विधानसभा की सूची कांग्रेस गी राजा जो हमारे महासचिव हैं उनके साथ भावी मुख्यमंत्री के चेहरे तेजस्वी यादव जी को समर्पित किया है. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 65 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ട പട്ടികയിലുള്ളത്. ഇതിനിടെ IRCTC അഴിമതിക്കേസിൽ ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, തേജസ്വി യാദവ് തുടങ്ങിയവർ വിചാരണ നേരിടണമെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി ഉത്തരവിട്ടു. ലാലുവിനും കുടുംബത്തിനുമെതിരായ വിധി തെരഞ്ഞെടുപ്പിൽ എൻഡിഎ പ്രചരണായുധമാക്കും. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 4 ദിനം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളെല്ലാം അവസാനഘട്ട ചർച്ചയിലാണ്. കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതാണ് മഹാസഖ്യത്തെ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ ബിജെപിയും ജെഡിയുവും തമ്മിൽ സീറ്റുകൾ സംബന്ധിച്ച ധാരണയിലെത്താത്തതാണ് എൻഡിഎയിലെ തർക്കത്തിനു കാരണം. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.